നമസ്കാരം. കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ഓൺ ന്യൂസ് പേപ്പർ. ഫസ്റ്റ് വൺ, കേന്ദ്ര വിദ്യാഭ്യാസ നയം NEP. കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് PM ശ്രീ. NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഷോർട്ട് ഫോമാണ്. ഈ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 1500 കോടി രൂപയുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള കേന്ദ്ര വിഹിതം കേരളത്തിന് ലഭിച്ചില്ല. ഈ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സമഗ്ര ശിക്ഷ കേരളം SSK. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിൻ്റെ ആദ്യ പുരസ്കാരം ലഭിച്ച ചിത്രകാരനാണ് C. ഭാഗ്യനാഥ്. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത് മോഹൻലാലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ സമുച്ചയം കളമശ്ശേരിയിൽ ഇന്ന് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡിയോ സമുച്ചയത്തിൻ്റെ പേരാണ് SD സ്കേപ്സ്. ഇത് യാഥാർത്ഥ്യമാക്കിയത് സ്റ്റീഫൻ ദേവസിയാണ്. I want to die but I want to eat ടോക്ക് ബാക്കി എന്ന ബെസ്റ്റ് സെല്ലർ ആത്മകഥയുടെ രചയിതാവ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബേക്ക് സേ ഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 7 നാനോമീറ്റർ കമ്പ്യൂട്ടർ ചിപ്പിൻ്റെ പേര് ശക്തി. ശ്വാസകോശ അണുബാധ, ക്യാൻസർ, പ്രമേഹം തുടങ്ങിയവയ്ക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആൻറ്റിബയോട്ടിക് നാഫിത്രോമൈസിൻ. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാഘവൻ ഫൗണ്ടേഷൻ പുരസ്കാരം 50,000 രൂപയാണ്. അത് ലഭിച്ചത് ഗായിക PK മേദിനിക്ക്. സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് ഹോക്കി 2025 ലഭിച്ചത് ഓസ്ട്രേലിയയ്ക്ക്. 2ാം സ്ഥാനം ഇന്ത്യക്ക്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി സ്റ്റേഷൻ. ഓക്കെ, താങ്ക് യു.